നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ നഗരസഭയിലാണ്. ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പോലീസിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും മിന്നൽ പരിശോധനയിൽ 12ഓളം ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പഴകിയ ഭക്ഷണം മാത്രമല്ല, കേടായ എണ്ണയും അതോടൊപ്പം തന്നെ ദിവസങ്ങൾ പഴക്കമുള്ള ഇറച്ചിയും നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചു. ഏതായാലും ഇത് സംബന്ധിച്ച് നഗരസഭ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നു. കഴിഞ്ഞ ദിവസം പട്ടണത്തിലെ ഹോട്ടലുകളിൽ ഹെൽത്ത് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തുകയുണ്ടായി. ഉപയോഗശൂന്യമായ ഭക്ഷ്യയോഗ്യമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കി നടപടികൾ, ഫൈൻ ചെയ്യുന്നതുൾപ്പെടെയുള്ള ബാക്കി നടപടികൾ നടന്നു വരികയാണ്. ആറ്റിങ്ങൽ പോലെയുള്ള ഒരു പട്ടണത്തിലെ ഇവിടെ വരുന്നവർക്കും ഇവിടെ താമസിക്കുന്നവർക്കും ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നഗരസഭയുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ കൃത്യനിർവഹണമാണ് ഞങ്ങൾ നടത്തിയത്. ഇനിയും ഇത്തരത്തിലുള്ള നടപടികൾ നടന്നുകൊണ്ടേയിരിക്കും. 12ഓളം ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ആഹാരങ്ങൾ പിടിച്ചെടുത്തത്. എന്നാൽ ഈ ഹോട്ടലുകളുടെ പേരോ അല്ലെങ്കിൽ ഏത് ഹോട്ടലുകളാണെന്നോ ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല. നഗരസഭ ആരെയാണ് ഭയക്കുന്നത്? പേര് ഞാൻ പറഞ്ഞിട്ട് തന്നെ വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥന്മാരെ വീഴ്ചയൊന്നുമില്ല. എന്ന് വെച്ചാലേ നമ്മൾ കൊല്ലുക എന്നുള്ളതല്ല, വാൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടത്തിയത്. അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എത്ര ഹോട്ടൽ റെയ്ഡ് ചെയ്തു, ഏതൊക്കെ ഹോട്ടലാണ് എന്നുള്ള വിവരം എനിക്കും അറിയില്ല. ഞാൻ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ റെയ്ഡിന് പോണത് എന്നാണെന്നോ എപ്പോഴാണെന്നോ പോകുന്നവരല്ലാതെ മറ്റൊരാൾ അറിയരുത്. ഇനി അത് കൊണ്ടുവന്നാലും പിടിച്ചുകൊണ്ടുവന്നാലും നിങ്ങൾ നോട്ടീസ് കൊടുത്ത് നിങ്ങളെ നടപടികൾ ആരംഭിക്കണം. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ പാടില്ല. അപ്പോൾ അത് ഇവിടുത്തെ ഹോട്ടൽ നടത്തിപ്പുകാർക്കും അറിയാം. അങ്ങനെ എന്തെങ്കിലും ഇത്തരം വിഷയങ്ങൾ എന്തെങ്കിലും ഒരു സഹായം നഗരസഭയിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളതറിയാം. എന്നെ ആകെ വിളിച്ചിട്ടുള്ളത് ഒരു ഹോട്ടൽ ഉടമ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. വേറെ ഒരു ഹോട്ടൽ ഉടമയും വിളിച്ചിട്ടില്ല. വിളിക്കാത്തൊരു കാര്യം, അവർക്കറിയാം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്, വീഴ്ചയുണ്ട്. ആ വീഴ്ചയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം നഗരസഭയിൽ നിന്നോ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ കിട്ടില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരിക്കും അവർ വിളിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൊല്ലാനല്ല പിടിക്കുന്നത്, ഒരു വാണിംഗ് അതിപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നു. അവർ നോട്ടീസ് കൊടുത്ത് അവർ വന്ന് അവരോട് ഞങ്ങൾ പറയും, ഇനി പിടിച്ചാൽ ഹോട്ടലിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരുൾപ്പെടെ കൊടുക്കും എന്ന് ഞങ്ങൾ പറയും. അത് കൊടുക്കുകയും ചെയ്യും. നഗരസഭാ ചെയർമാൻ തന്നെയാണ് ഈ ഹോട്ടലുകളുടെ പേരുകൾ വെളിപ്പെടുത്തേണ്ട എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ആദ്യം ഇതൊരു വാണിംഗ് ആയി നമുക്ക് കൊടുക്കാം, പിന്നീട് നമുക്ക് കൊല്ലരുതല്ലോ, വാണിംഗ് ആയി കൊടുക്കാമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഹോട്ടലുകളിൽ ഇത്രയും നാൾ ഭക്ഷണം കഴിച്ച മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ ആറ്റിങ്ങലിലൂടെയും അല്ലെങ്കിൽ നഗരത്തിലൂടെയൊക്കെ പാസ് ചെയ്യുമ്പോൾ ചില്ലിനകത്ത് ഷൂസും അതോടൊപ്പം തന്നെ ചില്ല് ഗ്ലാസുകൾക്കകത്ത് നല്ല ചെരുപ്പുകൾ പോലുള്ള വസ്തുക്കളൊക്കെ വെക്കുമ്പോഴും ഇത്തരം ഭക്ഷണ സാധനങ്ങൾക്ക് എന്തൊരു ഉറപ്പാണ് കൊടുക്കുന്നത്, എന്തുറപ്പാണ് ഇവർ നൽകുന്നത്? ഏതായാലും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി ആളുകളുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. പലപ്പോഴും അനധികൃതമായി പ്രവർത്തിക്കുന്ന ചില തട്ടുകടകൾ ഇവിടെ ഈ റോഡ് സൈഡുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നു. ആദ്യമൊക്കെ വലിയ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും പിന്നീട് അത് വലിയ രീതിയിലുള്ള ഒരു ഗുണ്ടായുസത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഏകദേശം നിരവധി ഹോട്ടലുകളും അതോടൊപ്പം തന്നെ തട്ടുകടകൾക്കുമെതിരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നത്. ഈ പട്ടണത്തിൽ അങ്ങോളം ഇങ്ങോളം തട്ടുകടകൾ എന്ന് പറഞ്ഞിട്ട് 40 അടി വീതിയിലും നീളത്തിലും വരെയുള്ള ഷെഡുകൾ കെട്ടി കച്ചവടം ചെയ്യണം. ഒരു സുരക്ഷിതത്വമില്ല. ഞങ്ങളിപ്പോൾ 2 പൊളിച്ച് നീക്കിയിട്ടുണ്ട്. അത് കെട്ടുന്നത് ഒരാളാണ്, ഇതൊക്കെ വച്ച് കെട്ടുന്നത് ഒരാളായിരിക്കും. അവർ പിന്നെ 5-6 ദിവസം കച്ചവടം നടത്തിയിട്ട് അത് അവർ തന്നെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു വാടകയ്ക്ക് കൊടുത്തു കഴിയുന്നു. അവിടെ ചുറ്റും ചില ഗുണ്ട സംഘങ്ങൾ ഉടലെടുക്കുകയാണ്. അപ്പോൾ അതിന് ചിലർ ജീവകാരുണ്യപരമായിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതൊന്നും ഒട്ടും ശരിയല്ല. എവിടെ നിന്നെങ്കിലും വരുന്ന ചില ആളുകൾ ഒരു തട്ടുകട ആദ്യം ഒരു വണ്ടി കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ചുറ്റും കെട്ടിമറയ്ക്കുക, പിന്നെ വലിയ രീതിയിലുള്ള കച്ചവടം തുടങ്ങുമ്പോൾ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ലൈസൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് കച്ചവടം ഇല്ല.
രാത്രിയാണെങ്കിൽ ഓക്കെ, ഇത് രാത്രിയല്ല, ഇത് പകൽ ഉൾപ്പെടെ സ്ഥിരമായി കൈയടക്കി വയ്ക്കുകയാണ്. നമ്മുടെ ഫുട്പാത്തുകളും റോഡ് സൈഡുകളുമുള്ള പുറമ്പോക്കും കൈയടക്കി വയ്ക്കുകയാണ്. ഞങ്ങൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശക്തമാക്കാൻ വേണ്ടി പോവുകയാണ്. നഗരസഭയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും ആറ്റിങ്ങൽ നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾക്കും അതോടൊപ്പം അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾക്കും നേരെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് നഗരസഭാ ചെയർമാൻ പറയുന്നത്. ക്യാമറമാൻ അനീഷ് മംഗളപുരത്തിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.